അപ്പോൾ ഇന്ന് സമൂഹത്തിൽ വളരെയധികം ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ജനറൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ലോകത്തുടനീളം അത് വളർന്നു പന്തലിച്ചു. കേരളത്തിലൊക്കെ ഇപ്പോൾ വളരെയധികം പെട്ടെന്നാണ് ജനറൽ പൊളിറ്റിക്സിൻ്റെയൊക്കെ ആക്ടിവിസ്റ്റുകൾ അതിൻ്റെ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളം ഒരിക്കലും സ്വപ്നം കാണാത്ത രീതിയിൽ അതിനിപ്പോൾ അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ അത് ആകെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ ജനറൽ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു വലിയ പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ യഥാർത്ഥത്തിൽ ഇത് ട്രാൻസ്ജെൻഡേഴ്സിന് അതൊരു പരിഹാരമാകുന്നുണ്ടോ എന്നാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. വളരെ വൈഡായ ഒരു വിഷയമാണ് യഥാർത്ഥ ജനറൽ പൊളിറ്റിക്സ്. അതിൻ്റെ വാദങ്ങളെയൊക്കെ നമ്മൾ പ്രതിപാദിക്കുമ്പോൾ വളരെ വൈഡായ വിഷയമാണ്. പക്ഷെ ഇന്ന് നമ്മൾ എടുക്കുന്നത് അതായത് ജനറൽ പൊളിറ്റിക്സ് ട്രാൻസ്ജെൻഡേഴ്സിന് ഇത് പരിഹാരമാകുന്നു എന്നുള്ളതാണ്. ശരിയാണ്, സമൂഹത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അതായത് ട്രാൻസ്ജെൻഡേഴ്സ് അവരിന്ന് സമൂഹത്തിൽ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടുന്നു, പീഡനങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ഇതൊക്കെ നമുക്ക് അംഗീകരിക്കാം, അതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു വിഷയത്തെ പരിഹരിക്കാൻ ഉതകുന്ന ഒന്നല്ല ജനറൽ പൊളിറ്റിക്സ് എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതാണ് നമ്മുടെ വിഷയം. ഇപ്പോൾ ഉദാഹരണത്തിന് കമ്മ്യൂണിസം എടുക്കുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ കർഷകർ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കർഷകർ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു പരിഹാരമായിട്ട് മുന്നോട്ട് വെച്ചതാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം എന്ന് പറയുന്നത്. ആ കമ്മ്യൂണിസത്തെ നമ്മൾ അംഗീകരിക്കണമെന്നില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, കർഷകരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കണം. അവർക്ക് അതിനോട് യോജിച്ച പരിഹാരങ്ങൾ നൽകുന്നതിനൊന്നും നമ്മൾ എതിരല്ല, മറിച്ച് ആ കമ്മ്യൂണിസം എന്നതിലുള്ളതിനെ നമ്മൾ എതിർക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ ഇന്ന് ജനറൽ പൊളിറ്റിക്സിനെ കാണുന്നത്. അത് ശരിയായ കാര്യം തന്നെയാണ്. കാരണം ജനറൽ പൊളിറ്റിക്സിൻ്റെ ആളുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു വാദം എന്ന് പറഞ്ഞാൽ, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് അവൻ ഏത് രീതിയിലാവണം, അവൻ ആണാണെങ്കിൽ അവൻക്ക് ആണാകാം, അല്ലെങ്കിൽ അവൻക്ക് പെണ്ണാണെങ്കിൽ അവൻക്ക് പെണ്ണാകാം, അവന് തോന്നുന്ന രീതിയിലേക്ക് അവന് മാറാം എന്നുള്ള രീതിയിലാണ്. പിന്നെ ഈ വിഷയത്തെ നമ്മൾ ശാസ്ത്രത്തിലേക്ക് നോക്കുകയാണ്. സയന്റിഫിക്കലി നമ്മൾ നോക്കുന്ന സമയത്ത് കൃത്യമായി പറയുന്നുണ്ട്, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അത് ഫീമെയിൽ ആണെങ്കിൽ അതിന്റെ ക്രോമസോം XX ആയിരിക്കും, അല്ലെങ്കിൽ അത് മെയിൽ ആണെങ്കിൽ XY ആയിരിക്കും എന്നുള്ള തരത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഉറപ്പാണല്ലോ. സോ അതെന്തായിരിക്കും ജനറൽ പൊളിറ്റിക്സ് പറയുന്ന വാദം അങ്ങനെയാണെങ്കിൽ റിയാലിറ്റിയോട് വളരെ എതിരായ കാര്യം തന്നെ. നമ്മൾ ആദ്യം പറയുമ്പോൾ അത് റിയാലിറ്റിക്ക് എതിരായിട്ട് തന്നെയാണ് നമ്മുടെ ജനറൽ പൊളിറ്റിക്സ് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിരിക്കുക, അപ്പൊ പിന്നെ എന്താണ് നമുക്ക് അതിന് പരിഹാരം കാണാൻ സാധിക്കുക എന്നുള്ളത് കൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പൊ കൂടുതൽ നമുക്കൊന്നും പറയാനില്ല. അതായത് ഇപ്പോ നമുക്ക് അവരെ പരിഗണിക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തെ കുറിച്ച് കൂടുതൽ പഠിക്കണം. ഒരുപാടാണ് പ്രോബ്ലംസ്, അവരുടെ മനസ്സിൽ തോന്നുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം. ഇതിനെന്ത് നമുക്ക് പരിഹാരം നൽകാനാവുമെന്ന് മെഡിക്കൽ കൂടുതൽ പഠിക്കണം. മെഡിക്കലി അതിന് പരിഹാരങ്ങൾ നമുക്ക് മുന്നോട്ട് വെക്കാൻ സാധിക്കണം. ഇതൊക്കെയാണ് നമുക്കിതിന് പരിഹരിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത്. എന്നാൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ അവരിതിനെ തടയുന്നു എന്നുള്ളതാണ്. മെഡിക്കലി കുറേ പഠനങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ അവരിതിനെ തടയുന്നു. കാരണം എന്താ, ഇപ്പോൾ അവരെ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. ഞങ്ങളൊരു പരീക്ഷണ വസ്തുവല്ല, അതുപോലെ അവനവർക്ക് ജെൻഡർ തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. പിന്നെ എന്തിനാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മെഡിക്കൽ പഠനങ്ങൾ നടത്തിയിട്ട് ഞങ്ങളുടെ ജെൻഡറിനെ മാറ്റാൻ ശ്രമിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അവരുടെ പരിഹാരത്തിൽ നിന്ന് തന്നെ മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മറിച്ച് അവർ കാണുന്നത് വേറെ എന്തൊക്കെയോ പരിഹാരങ്ങളാണ്. അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവരിപ്പോൾ നിൽക്കുന്ന ഒന്നാണ് യഥാർത്ഥ ശരിയെന്നാണ് അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കെ മെഡിക്കൽ പഠനങ്ങൾക്ക് വളരെ പുരോഗമിക്കുമ്പോൾ നിരവധി അസുഖങ്ങൾക്കും മറ്റും മരുന്നുകളും പരിഹാരങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയമാണ് മെഡിക്കൽ ലോകം വളരെയധികം എന്ത് ചെയ്തിട്ടുണ്ട്, ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ആ സമയത്ത് പോലും ഇങ്ങനെ ഇതെല്ലാം ഒരു പരിഹാരമല്ല എന്ന് പറയണം. അവരിതിനെ ഇപ്പോ തടഞ്ഞുകൊടുക്കുകയാണ്. ഇപ്പോ ഈ അടുത്ത് തന്നെ ജെയിംസ് കാസ്പിയൻ അദ്ദേഹം ഒരു പഠനം നടത്തുന്നുണ്ട് ഈ ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ചിട്ട്, ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ ഒരു പഠനത്തെ അവസാനിപ്പിക്കുകയാണ് ചെയ്തത് ജനറൽ പൊളിറ്റിക്സിന്റെ. കാരണം ഒരു വ്യക്തമായ ഒരു മറുപടി അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം അവരുടെ തടഞ്ഞു വെച്ചു. ആ തടഞ്ഞു വെക്കൽ എന്തിനാണ്, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ജീവിക്കാനുള്ള, ഞങ്ങളുടെ ജെൻഡർ തീരുമാനിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ട് എന്നുള്ള ഒരു ബോധത്തോടു കൂടി ഇനി ആ പ്രശ്നത്തെ നമ്മൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ചർച്ചകളും അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെക്കുറിച്ച് ഓവർ പഠിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളെ താല്പര്യമാണ്, ഞങ്ങളുടെ സ്വബോധമാണ് പറയുന്നത്. SRS എന്ന് പറയുന്ന ഒരു സർജറി ഉണ്ട്, സെക്സ് റിസൈൻ ചെയ്യുന്ന സർജറി ഉണ്ട്. പക്ഷെ അതിനൊന്നും അവർ വേണ്ട എന്ന നിലക്കാണ് അവര് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ഒരു പരിഹാരം ഇവർക്ക് കണ്ടെത്തുക? മെഡിക്കലില് പുരോഗമിക്കുന്ന കാലത്ത് അത് വേണ്ടെന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഇതിന്റെ പരിഹാരം എന്ന ചോദ്യമാണ് നമ്മൾ. അത്തരത്തിൽ ഒരു പരിഹാരം കണ്ടെത്താത്ത രൂപത്തിൽ ഇവരിങ്ങോട്ട് പോകുന്ന സമയത്താണ് സമൂഹം ഇവരെ നോക്കി കളിയാക്കുകയും
മറ്റു പല മോശമായ രീതിയിൽ ഇവരെ ചിത്രീകരിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ചർച്ചകൾ ഇനിയും നടത്തേണ്ടതുണ്ട്. അപ്പോൾ വൈദ്യശാസ്ത്രത്തിന്റെ സഹായപ്രകാരം ജനനത്തിനു മുമ്പ് കുഞ്ഞിന്റെ ജെൻഡർ നോർമൽ ആക്കാനുള്ള സർജറി വരെയുണ്ട്. അതായത് നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് കുട്ടിയുടെ ജെൻഡറിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അങ്ങനെയാണെങ്കിൽ അതിനെ മാറ്റാനുള്ള സർജറികള്, അതിന്റെ ടെക്നോളജികൾ ഒരുപാട് ഡെവലപ്പ് ചെയ്തു. അതിനൊക്കെ തടയാണ്. കാരണം ആ കുട്ടിക്ക് അവകാശമുണ്ട്, ആ കുട്ടിക്ക് ചിന്തിക്കാനുള്ള സമയമായിട്ടില്ല എന്ന നിലയ്ക്കൊക്കെയാണ് ശരിയാണ്. വാദങ്ങൾ. ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ പറയുമ്പോഴും അവകാശത്തിന്റെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇവരിതിനെല്ലാം സ്റ്റോപ്പ് ചെയ്ത് നിർത്തുന്നു എന്നുള്ളതാണ് അത് വലിയൊരു. അത് ശാസ്ത്രത്തിന് വരെ എതിരായി വരുമ്പോഴാണ് നമ്മൾ ഒരു വിഷയത്തിന്റെ സങ്കീർണത മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പോ നിരവധി അസുഖങ്ങൾ ഇങ്ങനെയുണ്ട്, മാനസികമായിട്ട് തോന്നുന്നതാണ് നമുക്ക്. ഇപ്പോ സൂ ആന്ത്രോപ്പിയ എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. മനുഷ്യന് താൻ മൃഗാണെന്ന് തോന്നുന്നു. താൻ എന്ത്, അതായത് മനുഷ്യർ ചെയ്യാത്ത രീതിയിൽ പല പ്രവർത്തനങ്ങൾ വരുന്നു. അപ്പൊ താൻ മൃഗമാണെന്ന് തോന്നുക. അങ്ങനെ വരുമ്പോ അവനൊരു മൃഗമായിട്ട് പിന്നീട് മാറ്റാനുള്ള മാർഗമല്ല, മനുഷ്യനായിട്ട് തന്നെയാണ് തിരിച്ചു വരാൻ എന്ത് മാർഗമുണ്ട് എന്നുള്ളത്. അതെ, അങ്ങനെയുള്ള ഒരു മാർഗത്തെ അവര് എന്ത് ചെയ്യാണ്, ഇപ്പൊ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സ്റ്റോപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ സമൂഹത്തിന് ബുദ്ധിമുട്ടാണ്. കാരണം നിരവധി പ്രശ്നങ്ങൾ അതുകൊണ്ട് ഉണ്ടാവുകയാണ്. അവരുടെ പരിഹാരമായിട്ടല്ല യഥാർത്ഥത്തിൽ ജെൻഡർ പൊളിറ്റിക്സ് എന്നാണ് നമ്മൾ പറയാന്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കാനോ അല്ലെങ്കിൽ റിസർച്ച് നടത്താനോ ജെൻഡർ പൊളിറ്റിക്സിനെ അനുകൂലിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നില്ല, ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൂ ആന്ത്രോപ്പിയ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളുകൾ, അപ്പോൾ അതായത് മനുഷ്യൻ മൃഗമായി തോന്നുക, താങ്കൾ നേരത്തെ ചർച്ച ചെയ്തല്ലോ. അപ്പോൾ ഞാനൊരു നായയാണെങ്കിൽ നായയുടെ രൂപത്തിൽ കുരയ്ക്കുക, അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എന്ന് വെച്ചാൽ കൗൺസിലിംഗ് ചെയ്യുക അല്ലെങ്കിൽ സർജറി ചെയ്തുകൊണ്ട് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. നിരവധി പരിഹാരങ്ങൾ മെഡിക്കൽ കണ്ടെത്തണം. അവസരങ്ങൾ എന്ത് ചെയ്യുന്നില്ല, അനുകൂലിക്കുന്ന ആളുകൾ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ഒരു ജെൻഡർ പൊളിറ്റിക്സ് വരുന്നതോട് കൂടിയിട്ട് സമൂഹത്തിൽ പ്രശ്നങ്ങൾ നിരവധിയാണ്. അതായത് ഞാനൊരു പെണ്ണാണെന്ന് ഞാൻ പറഞ്ഞാൽ എനിക്ക് പെണ്ണുങ്ങളുടെ ടോയ്ലറ്റിൽ കയറാം. ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അത് വളരെ അത്തരത്തിൽ സങ്കീർണമായ ഒരുപാട് സോഷ്യലി നമ്മൾ നോക്കുന്ന സമയത്ത് പൊതു ഇടങ്ങളിലൊക്കെ ഒരുപാട് വിഷയങ്ങൾ വരും ഇത്തരത്തിൽ. സ്ത്രീകളുടെ ബാത്റൂം താങ്കൾ പറഞ്ഞതുപോലെ തന്നെ. അതെ, മാത്രമല്ല ഇപ്പൊ ഈ അടുത്ത് വില്യം തോമസ് എന്ന് പറയുന്ന ഒരാള്, അദ്ദേഹം ലിയ തോമസ് എന്നൊരു പേര് സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യാണ്, സ്ത്രീകളുടെ, അദ്ദേഹം ഞാനാണല്ല, ഞാൻ പെണ്ണാണ്, ഞാൻ സ്ത്രീകളുടെ സ്വിമ്മിങ് കോമ്പറ്റീഷനിൽ അദ്ദേഹം പങ്കെടുത്തത്, ഞാൻ അദ്ദേഹം വിജയിക്കും. എന്താണ് അതിനർത്ഥം? സ്ത്രീകൾക്ക് അതിൻ്റെതായ ശക്തിയുണ്ട്, പുരുഷന് കൂടുതൽ ശക്തി ഉണ്ട്. ആ സംഭവം ഞാനൊരു സ്ത്രീയാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് അവര് ലേഡീസിന്റെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമ്പോൾ അത് സമൂഹം നേരിടുന്ന വലിയ ഇനീക്വാലിറ്റിയുടെ എല്ലാ പ്രശ്നങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൂടിയിരിക്കെ ഒരു പരിഹാരമായിട്ട് ജെൻഡർ പൊളിറ്റിക്സിനെ അവര് മുന്നോട്ട് വെക്കുമ്പോൾ അതൊരിക്കലും ശരിയല്ല. അതിന് മറിച്ച് മെഡിക്കൽ ലോകത്തെ, ശാസ്ത്ര ലോകത്തിന് അതിന് കൂടുതൽ പഠിക്കാനുള്ള അവസരങ്ങൾ ഒതുക്കുകയാണ്, അതിന് ഒരുക്കുകയാണ് വേണ്ടതെന്ന് നമ്മൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഇപ്പോൾ ഈ ഒരു ജെൻഡർ പൊളിറ്റിക്സിനെ കുറിച്ച് നമ്മൾ ബേസിക്കായി നോക്കുമ്പോൾ ഇതാണ് അവർ കൊണ്ടുവരുന്ന ആ ഒരു അവരുടെ തിയറികൾ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൗൺസിലിങ്ങോ അല്ലെങ്കിൽ മറ്റു സർജറി പോലത്തെ കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ ഇതിനെക്കുറിച്ച് പഠിക്കാനും സയൻറ്റിഫിക്കലി മെഡിക്കലായിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും ഒരുപാട് ചർച്ചകൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. വളരെ കൂടുതൽ നമുക്ക് ചർച്ച ചെയ്യണം. ഇത്തരത്തിലുള്ള സമൂഹത്തിൽ നിരന്തരമായി വരുന്ന പ്രശ്നങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം, അതിനെക്കുറിച്ച് പഠിക്കാനും കൂടുതൽ നമുക്ക് ചർച്ച ചെയ്യണം ഇൻഷാ അല്ലാഹ്. നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മുടെ ഇത്രയും കാര്യങ്ങൾ, ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വൈഡായിട്ടുള്ള വിഷയത്തെ വളരെ ചുരുക്കിക്കൊണ്ട് അതെ മുമ്പിൽ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ പേര് നമുക്ക് പിന്നെയും കാണാം.